പുതുവത്സര ദിനത്തിൽ പുതിയ ജീവിതമാർഗം കണ്ടെത്തുകയാണ് മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽ മരിച്ച ഷാജഹാന്റെ ഭാര്യ ജസീലയും നൈസമോളും. മുണ്ടക്കൈയിൽ പുതുവത്സര ദിനത്തിൽ തുറന്ന കടയുടെ ഉദ്ഘാടനം ചലച്ചിത്ര താരം വിനോദ് കോവൂർ നിർവഹിച്ചു. നരേന്ദ്രമോദി കേരളത്തിലെത്തി ഫോട്ടോഷൂട്ട് നടത്തിയതല്ലാതെ നൈസമോളുടെ കുടുംബത്തിന് നൽകിയ വാഗ്ദാനങ്ങളൊന്നും മോദി പാലിച്ചിട്ടില്ല. നൈസമോളുടെയും ജസീലയുടെയും നിറഞ്ഞ മിഴികളിൽ ഇന്ന് നിറയെ പുഞ്ചിരിയായിരുന്നു. ഒരു കടൽ നീന്തി വന്ന് കരയ്ക്കടുക്കുന്ന ആശ്വാസത്തിന്റെ ചിരി ആരുടെയും മനം നിറയ്ക്കും. ഡിവൈഎഫ്ഐ യൂണിറ്റ് പ്രസിഡന്റായിരുന്ന ഷാജഹാൻ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ പലരുടെയും ജീവൻ രക്ഷിച്ചു. രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ ഷാജഹാനെയും ഉരുൾ കൊണ്ടുപോയി, കൂടെ 2 പെൺമക്കളെയും. നൈസമോളും ഉമ്മ ജസീലയും മാത്രമാണ് ആ ദുരന്തത്തിൽ ബാക്കിയായത്. എന്നാൽ കേരളം അവരെ നെഞ്ചോട് ചേർത്തു. ഇതിലേക്ക് എത്തിച്ചേർന്ന നമുക്ക് ഇപ്പോൾ കുടുംബശ്രീൻ്റെ മൈക്രോ പ്ലാൻ്റെ ഒരു 80 കിട്ടിയിട്ടുണ്ട്, 80,000 കിട്ടിയിട്ടുണ്ട്. ബാക്കി അവർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് 2 ലക്ഷം കിലോ. പിന്നെ വിനോദ് കോവൂർ അവർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്, 1 ലക്ഷത്തിൻ്റെ അടുത്ത് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ സി പി എംകാരായാലും ലീഗിൻ്റെ ആൾക്കാരായാലും ഒക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. എല്ലാവരും പിന്തുണയോട് കൂടിയിട്ടാണ് ഇത് ഞാൻ തുടങ്ങാൻ നിൽക്കുന്നത്. വീട് ഇല്ലേ എസ്റ്റേറ്റിൽ? അതെ ഉണ്ട്, ടൗൺഷിപ്പിൽ വീടുണ്ട് എനിക്ക്. മറ്റ് സർക്കാർ സഹായങ്ങളൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. എനിക്ക് പിന്നെ വാടക 6 കയറുന്നുണ്ട്, 6,000 രൂപ കയറുന്നുണ്ട്. പിന്നെ ഡെയിലി 300 വെച്ചിട്ടുള്ള അതും കയറുന്നുണ്ട്, 9,000. അതെ, അതൊക്കെ കിട്ടുന്നുണ്ട്. ജീവിതം മറ്റ് സാമ്പത്തിക പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. നാടൊന്നാകെ നൈസമോൾക്കൊപ്പം നിന്നു. തീർച്ചയായും നൈസമോളും നൈസമോളുടെ ഉമ്മയും അതിജീവനത്തിൻ്റെ പ്രവർത്തനം നടത്തുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്, നൈസമോളെ എല്ലാവർക്കും പ്രത്യേകിച്ച് എടുത്ത കുഞ്ഞാണ് പ്രധാനമന്ത്രി വന്നിട്ട്. പക്ഷെ പ്രധാനമന്ത്രി പിന്നീട് ഒന്നും തന്നെ സഹായിക്കാത്ത നിലപാട് സ്വീകരിച്ചപ്പോഴും ഇവർ മുൻപോട്ട് പോകുന്നു, അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു. കേരള സർക്കാരിൻ്റെ കൈത്താങ്ങ്, നല്ലവരായ മനുഷ്യരുടെ കൈത്താങ്ങ് ഇതിലൂടെ മുന്നോട്ട് പോകുന്നു എന്നത് സന്തോഷകരമാണ്. കഴിഞ്ഞ ദിവസം ഈ കടയിൽ വന്നിരുന്നു, ഇന്നും ഞങ്ങളെല്ലാവരും എത്തിയിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെയാണ് കാണുന്നത്. ഭയങ്കര അടുപ്പമുണ്ടായൊരു ഫാമിലിയാണ്. ദൈവം നമ്മളെ ചില ഘട്ടങ്ങളിൽ ചില സ്ഥലങ്ങളിൽ എത്തിക്കുമെന്ന് പറയുന്ന പോലെ ഞാനിവരുടെ വീട്ടിലെത്തിപ്പെട്ടതാണ്. ഈ മോള് എന്നോട് കാണിക്കുന്നൊരു സ്നേഹം, ഒരു ഇഷ്ടം, അത് ഭയങ്കര അത്ഭുതമാണ്. ജസീല തന്നെ പറയും, മറ്റൊരാളുടെ പോവാത്തൊരു മോളാണ്, നിങ്ങളുടെ അടുത്ത് വരുന്നത് വലിയൊരു അത്ഭുതമാണെന്ന് പറയും. അങ്ങനെയാണ് ഞാൻ ഈ കുടുംബമായിട്ട് അടുക്കുന്നത്. അതിപ്പോൾ ഇങ്ങനൊരു കടയുടെ ഉദ്ഘാടനം വരെ എത്തിച്ചു. ഇവിടേക്ക് വേണ്ട എന്നെക്കൊണ്ടാവുന്ന എല്ലാ സപ്പോർട്ടുകളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇന്ന് വന്ന് കട ഉദ്ഘാടനം ചെയ്തു കൊടുത്തിട്ടുണ്ട്. സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിലെ വീടുകളിലൊന്ന് നൈസമോളുടെയും ജസീലയുടേതുമാണ്. ഈ കടയാണ് അവർക്ക് മുന്നോട്ട് നടന്നു നീങ്ങാനുള്ള പ്രതീക്ഷകൾ. ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം വയനാട് നിന്നും PV ജോഷില.